ഇവിടെ ഉന്നത വിദ്യാഭ്യാസം എടുത്ത് നോക്കിയാൽ ഇന്ത്യയിലെ പ്രീമിയറായി നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള IIT, IIM, JNU സർവകലാശാല, രാജ്യത്തെ കേന്ദ്ര സർവകലാശാലകളിൽ ഇവരുടെയൊക്കെ VC-മാരിന്നാരാണ്? JNU സർവകലാശാലയുടെ VC ശക്തിശ്രീ പണ്ഡിതായിട്ടുള്ള അവർ യഥാർത്ഥത്തിൽ പൂർണ്ണ RSSകാരിയായിട്ടുള്ള ഒരാളല്ലേ? RSSകാരിയായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ആളാണ് ഇന്ന് JNU VC. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ ഇങ്ങനെയാണ് ഇടപെടൽ. ഇത് ഇന്നലെയുമായി തുടങ്ങിയതല്ല, RSSന്റെ ഒരു കർമ്മ പദ്ധതിയാണ്. 2018 RSS രാജ്യത്തെ മുഴുവൻ VC-മാരെയും വിളിച്ചു ഒരു ശിബിരം നടത്താൻ, പഠന ശിബിരം നടത്താൻ. ആ പഠന ശിബിരത്തിൽ രാജ്യത്തെ 51 സർവകലാശാല VC-മാർ പങ്കെടുത്തു. അത് ചർച്ച ചെയ്യപ്പെട്ട രാജ്യത്ത് UGC, ICSR, ICHR ഇങ്ങനെ രാജ്യത്തെ പ്രധാനമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഗവേഷണോന്മുഖമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും പൂർണ്ണമായും സംഘപരിവാർ വൽക്കരിക്കാനുള്ള ഇടപെടൽ നടക്കുകയാണ്. ഇതിന്റെ തലപ്പത്തൊക്കെ RSSന്റെ പ്രവർത്തകരും RSSന്റേതായിട്ടുള്ള സാധ്യതകളും മുന്നോട്ട് വെക്കുന്ന പ്രൊഫസർമാരെയും മറ്റു പ്രവർത്തകരെയും അവരുടെ നേതാക്കന്മാരെയും അപ്പോയിന്റ് ചെയ്യുകയാണ്. ഇതൊരു പദ്ധതിയാണ്. ആ പദ്ധതിയെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ ഘട്ടത്തിലെ ഗവർണർ നടത്തിയിരുന്നതാണ്. കേരള സെനറ്റിൽ 4 ABVP-കാരെ അപ്പോയിന്റ് ചെയ്തപ്പോൾ കേരളത്തിലെ ഹൈക്കോടതി അത് വലിച്ചെറിഞ്ഞില്ലേ? നിങ്ങളെല്ലാവരും വന്നത് ചർച്ച ചെയ്തു. ഇത് ഓരോ ഘട്ടത്തിലുമായി വാജ്പേയി സർക്കാരിന്റെ കാലം തൊട്ടേ തുടങ്ങിയിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയാണ്. RSSന്റെ മുഖപത്രമായിട്ടുള്ള പാഞ്ചജന്യത്തിന്റെ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള തരുൺ വിജയ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ ചുമതലകൾ വഹിക്കുന്ന ആളുകളായി മാറുകയാണ്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തി ഈ കർമ്മ പരിപാടിയെ, RSSന്റെ ഈ ഫാസിസ്റ്റ് വൽക്കരണത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു കയറി ഒരു തലമുറയെ ആകെ ക്യാച്ച് ദം യങ് എന്ന സംഘപരിവാർ അജണ്ടയെ തുറന്നു കാണിക്കാനുള്ള രാഷ്ട്രീയ പദ്ധതിയുമായി മുന്നോട്ട് പ്രവർത്തിക്കുന്ന SFIയെ ഇവിടെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രതിപക്ഷ നേതാവിനും കേരളത്തിലെ താൽക്കാലിക VC-മാർക്കും സംഘപരിവാറിനും ഒരേ ശബ്ദമാണ്. പലപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളും ആ നില തുടരുന്നു എന്നുള്ളത് ഏറെ ആത്മവിമർശനത്തിന് മാധ്യമങ്ങൾ ഉൾപ്പെടെ വിധേയരാവേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ മോഹൻ കുന്നുമൽ നടത്തിയിട്ടുള്ള പ്രസ്താവന ഒക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൂർണ്ണമായും തൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് സർവകലാശാല കാര്യങ്ങളൊക്കെ മാറിപ്പോയിരിക്കുന്നു. ജനങ്ങളും വിദ്യാർത്ഥികളും ഒന്നും ഇന്നത്തെ താൽക്കാലിക VC-യെ അംഗീകരിക്കാത്ത വണ്ണം RSSകാരനായിട്ടുള്ള മോഹൻ കുന്നുമൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇന്നലെ അത്തരത്തിലുള്ള ഒരു നാടകവുമായി അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ ആ നാടകത്തിന് ഇറങ്ങിത്തിരിച്ചപ്പോൾ SFIയെ ആക്ഷേപിച്ച് കളയാം, SFIയെ അങ്ങ് ചോദ്യം ചെയ്ത് കളയാം, SFIയെ വായിൽ തോന്നുന്നതൊക്കെ പറഞ്ഞു കളയാം എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്.